ഏത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണോ ഇന്ത്യയെ 250 കൊല്ലം അടക്കി ഭരിച്ചത്, ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇപ്പൊ ഒരു ഇന്ത്യക്കാരന്റെ കീഴിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു. 1600 കാലത്ത് ഇന്ത്യയിലോട്ട് തുണിയുടെയും മസാലയുടെയും കച്ചവടത്തിനായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം ഇന്ത്യയിലോട്ട് വന്നത്. കടലിലൂടെയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനികളുടെ വ്യാപാര യാത്ര കൂടുതലും. ഇവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി കടൽ കൊള്ളക്കാരായിരുന്നു. അതുകൊണ്ട് 1601 കാലത്ത് സ്വന്തമായി ഒരു പ്രൈവറ്റ് ആർമി വെക്കാനുള്ള പെർമിഷൻ ബ്രിട്ടീഷ് റാണിയിൽ നിന്ന് അവർ മേടിച്ചു. ഇനിയാണ് ശരിക്കുള്ള കളി തുടങ്ങിയത്. ഇന്ത്യയിലെ ഓരോരോ സ്ഥലങ്ങൾ അവർ കയ്യേറാൻ തുടങ്ങി അവരുടെ പ്രൈവറ്റ് ആർമിയുടെ ബലത്തിൽ. ഇന്ത്യയിലെ ഓരോ രാജാവിനെ കീഴടക്കി 1757 സിറാജോ ദൌളെ തോൽപ്പിച്ച് ഇന്ത്യ മൊത്തത്തിൽ അവരുടെ കൺട്രോളിലായി. അവരുടെ നാട്ടിലെ എംപിമാരെ മൊത്തത്തിൽ മേടിക്കാനുള്ള അത്രയും വരുമാനം അവർ ഇന്ത്യയിൽ നിന്ന് മാത്രം ഉണ്ടാകും. പിന്നീട് അങ്ങോട്ട് 100 വർഷത്തോളം അങ്ങനെ തന്നെ തുടർന്നു. പിന്നീട് ഇന്ത്യയിൽ മൊത്തത്തിൽ വിപ്ലവത്തിന്റെ കാലമായിരുന്നു. വിപ്ലവം മൂലം കുറെ പേർ മരണപ്പെടുകയും ചെയ്തു. അവസാനം ഇന്ത്യയിലെ ശാന്തി നിലനിർത്താൻ വേണ്ടി റാണി ഇതിന്റെ എല്ലാം കാരണക്കാരായ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബാൻ ചെയ്യുകയാണ് ചെയ്തത്. 2003 ഇന്ത്യയിലെ ബിസിനസ്സുകാരനായ സഞ്ജീവ് മെഹ്ത ചിന്തിച്ചു, എന്തുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മേടിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചരിത്രം തന്നെ മാറ്റിയാലോ. തുടക്കം ഇദ്ദേഹം കമ്പനിയുടെ 21% മേടിച്ചത്. പക്ഷേ അയാൾക്കൊരു തൃപ്തിയില്ലായിരുന്നു. പിന്നീട് 2010 120 കോടി കൊടുത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുഴുവൻ ഷെയർ അയാൾ മേടിച്ചു. എന്നിട്ട് ആ കമ്പനി അയാളുടെ കീഴിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചായയും കോഫിയും ലക്ഷറി ഐറ്റംസും ആണ് ആ കമ്പനിയുടെ ബിസിനസ്. ഇപ്പോഴും ഇതിന്റെ ഹെഡ് ഓഫീസ് ഇംഗ്ലണ്ടിലാണ്. ഇതിനെയാണ് ശരിക്കുള്ള റിവെഞ്ച് എന്ന് പറയുന്നത്.